ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ വേതാളി? ഓ ഘോര, ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും മതിയാവോ? മതി, ധാരാളം. അല്ല ഘോര, സാധാരണ ഘോര ഹോമത്തിന് ഈ വക പഞ്ചാമൃത കൂട്ടൊന്നും ഉപയോഗിക്കുന്നതല്ലോ. ഇപ്പൊ എന്തിനാ ഇതൊക്കെ? ഇതെനിക്ക് വേണ്ടിയല്ല. ഇവിടെ പ്രാണനേക്കാൾ വിലപ്പെട്ട ദേവഭക്തി ആഭരണമായി കൊണ്ടു നടക്കുന്ന ഒരുത്തിയുണ്ടല്ലോ, ദേവൂട്ടി. അവളെ ഒന്ന് വരുതിയിലാക്കാനാണ് ഈ പഞ്ചാമൃതക്കൂട്ട് നിന്നോടെത്തിക്കാൻ പറഞ്ഞത്. ദൈത്യമന്ത്രം ചൊല്ലി അശുദ്ധമാക്കിയ ഈ പഞ്ചാമൃതക്കൂട്ട് ദേവൂട്ടിയുടെ ഉള്ളിൽ ചെന്നാൽ അത് ദഹിച്ച് രക്തത്തിലൂടി അവളുടെ പഞ്ചേന്ദ്രിയങ്ങളിലേക്കെത്തും. അതോടെ അവളുടെ ദൈവീക അംശവും ദൈവഭയവും അശേഷമില്ലാതാകും. പിന്നെ അവൾ ഈ ഘോരയുടെ പരിധിക്ക് വരും. അങ്ങനെ സംഭവിച്ചാൽ അമാവാസിയും വെള്ളിയാഴ്ചയും ഒത്തുവരുന്ന ദിനം കന്യാബലി ഈ ഉഗ്രസേന ഘോര നിഷ്പ്രയാസം നടത്തും. എങ്കിൽ വേണ്ട സഹായങ്ങൾ ഒരുക്കി അങ്ങയുടെ കൂടെ ഞാനും നിൽക്കാം. വേണ്ട വേണ്ട, നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്റെ ശരീരം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ദൗത്യം പൂർത്തിയാക്കി ഞാൻ അവിടെ എത്തി എന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നതുവരെ എന്റെ ശരീരത്തിനൊരു കേടുപാടും കൂടാതെ നീ പരിപാലിക്കണം. നിന്റെ കർത്തവ്യം അതാണ്. നിന്റെ സേവനം ആവശ്യമുള്ളപ്പോൾ ഞാൻ സ്മരിക്കും. അപ്പോ വേതാളി, നീ വന്നാ മതി. ശരി ഘോര. അംബികയ്ക്ക് കോലിടാനൊക്കെ അറിയോ? കൊള്ളാം, നന്നായിട്ടുണ്ട്, അസലായി. സാധാരണ നമ്മുടെ നാട്ടില് ഇതുപോലുള്ള കോലയിടിക്കലൊക്കെ അഗ്രഹാരങ്ങളിലേ കണ്ടിട്ടുള്ളൂ. തമിഴ്നാട്ടിലാ ഇതുപോലെ കോലയിടുന്നത് കണ്ടിട്ടുള്ളൂ. അംബികയുടെ സ്വദേശം അവിടെയാണോ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എങ്കിലും കുഞ്ഞുനാളില് എപ്പോഴൊക്കെയോ വീട്ടുമുറ്റത്ത് കോല ഇട്ടതായിട്ട് ഓർമ്മയുണ്ട്. ഓണമൊക്കെ വരികയല്ലേ, ഐശ്വര്യത്തിന് വേണ്ടി താമസിക്കുന്നിടത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നി. അതാ ഞാൻ കോല ഇട്ടത്. അതേതായാലും നന്നായി. അംബിക വിഷമിക്കാതിരിക്കും, എല്ലാ വിഷമങ്ങളും മാറും. നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കിട്ടും. രാവിലെ ക്ഷേത്രത്തിൽ പോയപ്പോ സന്ദീപിന്റെയും ദേവൂട്ടിയുടെയും പേരിൽ വഴിപാട് നടത്തിയതിന്റെ പ്രസാദമാ, പഞ്ചാമൃതമാ. ഇത് ദേവൂട്ടിയോട് മുഴുവൻ കഴിക്കാൻ പറയണം. അവളില്ല ഇവിടെ? മോളകത്തുണ്ട്. സ്കൂളിൽ പോകാൻ റെഡിയാവുക, ഞാൻ വിളിക്കാം. വേണ്ട വേണ്ട വേണ്ട, ബുദ്ധിമുട്ടിക്കണ്ട.
ഇത് അംബിക തന്നെ കൊടുത്താൽ മതി. കളയാതെ മുഴുവനും കഴിക്കാൻ പറയണം കേട്ടോ. ഐശ്വര്യമാവട്ടെ. ശരി. ആ